ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നേരത്തെ ഒരു ആധാർ ആപ്ലിക്കേഷൻ വന്നിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ആ ആപ്ലിക്കേഷൻ ഗവൺമെന്റ് വന്നിട്ട് പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിരിക്കുകയാണ്. ആ ഫീച്ചേഴ്സിനെ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് നമുക്കൊന്ന് കാണാം. അതേപോലെ ഈ ആപ്ലിക്കേഷനിൽ നേരത്തെ കിടന്ന കുറെ ഓപ്ഷനുകൾ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ എന്തിനാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ആധാർ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കുറെ പെർമിഷനുകൾ ചോദിക്കും. ഇതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ എന്ന് എടുത്തിട്ട് അലോ ചെയ്യുക. ഇവിടെ നിങ്ങൾ വെൽക്കം ടു ന്യൂ ഡിജിറ്റൽ ID എന്ന് കാണിക്കും. അതിൻ്റെ നേരെ താഴെ ബിഗിൻ ജേർണിയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഈ ആപ്ലിക്കേഷനിലൂടെ എന്തൊക്കെ യൂണിക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫേസ് ഓതന്റിക്കേഷൻ വഴി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. എന്നിട്ട് ആധാർ കാർഡിന്റെ റിലേറ്റഡ് ആയിട്ട് സർവീസസ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഈ ആപ്ലിക്കേഷനിലൂടെ. നേരത്തെ ആണെങ്കിൽ നമ്മളെ മൊബൈൽ നമ്പർ എന്നിട്ട് ആധാർ കാർഡിലൂടെ ലിങ്ക്ഡ് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റൂലായിരുന്നു. അടുത്ത് എന്തെങ്കിലും സർവീസ് ചെയ്യണമെങ്കിൽ ഫോൺ നമ്പറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വന്നതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആണ്. അതേപോലെ നമുക്ക് ആധാറിന്റെ ഓഫീസിലും പോകേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് കണ്ടിന്യൂ ടു രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എൻ്റർ യുവർ ആധാർ നമ്പർ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ആധാർ നമ്പർ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൺഫേം എന്ന് കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ വരും. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ താഴെ കാണുന്ന ഐ ഹാവ് റീഡിൽ ടിക്ക് മാർക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇനി നിങ്ങളെ ഫ്രണ്ടിൽ ഒരു സിം സെലക്ഷന്റെ ഓപ്ഷൻ കാണിക്കും. ഈ സിമ്മിന്റെ നമ്പർ വന്നിട്ട് നിങ്ങൾ ആധാർ കാർഡിൽ ലിങ്ക്ഡ് ആയിരിക്കണമെന്ന് ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നമ്പർ വെച്ചും ലോഗിൻ ചെയ്യാൻ പറ്റും. അഥവാ ആധാർ കാർഡിൽ കിടക്കുന്ന നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അതും നല്ല കാര്യമാണ്. അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ നമ്പർ വെച്ചും ലോഗിൻ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ സിം സെലക്ട് ചെയ്ത് കൊടുത്തു. സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ടു സെൻഡ് SMS എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു SMS സെൻഡ് ചെയ്യും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഓട്ടോമാറ്റിക്കലി വെരിഫൈ ആയിക്കോളും. അഥവാ ആ നമ്പർ ഈ ഫോണിൽ ഉണ്ടെങ്കിൽ ഇവിടെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് കണ്ടിന്യൂ ടു ഫേസ് ഓതന്റിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സാമ്പിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഫേസ് ഓതന്റിക്കേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. നെക്സ്റ്റ് സ്റ്റാർട്ട് ഫേസ് ഓതന്റിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒരു സർക്കിൾ ക്യാമറ ഓപ്പൺ ആകും. ഈ സർക്കിളിന്റെ ഉള്ളിലേക്ക് ഫേസ് കറക്റ്റ് ആയിട്ട് വെക്കുക. ഇതേപോലെ ഫിക്സ് ആകുമ്പോൾ നമുക്ക് ഒരു ഗ്രീൻ ലൈൻ ഇതേപോലെ കാണിക്കും. ഇതേപോലെ കാണിക്കുമ്പോൾ നിങ്ങളെ കണ്ണ് വന്നിട്ട് 3 ടൈംസ് അടച്ചിട്ട് തുറക്കുക. ഇനി ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓതന്റിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. കുറച്ച് ലോഡായതിനു ശേഷം നിങ്ങളെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു സക്സസിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പിൻ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കാണിക്കും. ഇവിടെ നമുക്കൊരു പിൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. പുതിയൊരു പിൻ കൊടുക്കുക. നെക്സ്റ്റ് ടൈം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു പിൻ ചോദിക്കും. ഈ പിൻ അടിച്ചു കൊടുത്താൽ ഓപ്പൺ ആകും. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള പിൻ കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ലോഡായി വരുമ്പോൾ നിങ്ങൾ ആധാർ കാർഡിന്റെ ഒരു പുതിയ കാർഡ് വന്നിട്ട് നിങ്ങൾക്ക് ഷോ ആകും. നേരത്തെ ആധാർ കാർഡ് വന്നിട്ട് നിങ്ങൾക്ക് PVC മോഡലിൽ ഉണ്ടായിരുന്നു. ലാൻഡ്സ്കേപ്പ് മോഡലിൽ ആധാർ കാർഡ് ആയിരുന്നു. ഇപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ മോഡലിൽ ഒരു ആധാർ കാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ വെർട്ടിക്കൽ മോഡലിലാണ് നമ്മൾ ആധാർ കാർഡ് ഉള്ളത്. അതേപോലെ നമ്മൾ ഒരു വോട്ടർ ID കാർഡിന്റെ ലുക്കിലാണ് നമ്മൾ ഒരു ആധാർ കാർഡ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഈ ആധാർ കാർഡിനെ എല്ലാവർക്കും അറിയാം. അതേപോലെ നമ്മൾ ഫോറിനിൽ പോകുമ്പോൾ ആരെങ്കിലും നമ്മളെ ID പ്രൂഫ് ചോദിച്ചാൽ ഈ ഒരു ആധാർ കാർഡ് നമുക്ക് കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ ID പ്രൂഫ് കാണിക്കേണ്ടി വരും. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആധാർ കാർഡ് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതൊരു പ്രൊഫഷണൽ ID കാർഡ് എന്ന് പറയാം. അതേപോലെ നമ്മൾ ഈ ആധാറിനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ബാക്ക് സൈഡിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. നമ്മളെ അഡ്രസ് ആയാലും നമ്മളെ അച്ഛൻ്റെ പേരായാലും ഡേറ്റ് ഓഫ് ബർത്ത് ആയാലും ഇവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങളെ മുകളിൽ കാണുന്ന ആധാർ നമ്പർ വന്നിട്ട് ഫുള്ളായിട്ട് കാണുന്നുണ്ടാകില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ പറയും മാസ്ക് ആധാർ. എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് വന്നിട്ട് ഒരു സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ്. പ്രൈവസി പോളിസിയിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ആധാറിന്റെ പല ഇൻഫർമേഷൻ മിസ്യൂസ് ആവാതിരിക്കാനാണ് ഈ ഒരു സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ്. അഥവാ നിങ്ങൾക്ക് ഈ ആധാർ നമ്പർ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫുൾ ആധാർ നമ്പർ കാണാൻ പറ്റും. അതേപോലെ നമ്മൾ ആധാർ കാർഡിന്റെ നമ്പർ വന്നിട്ട് ഈ ആപ്ലിക്കേഷനിലൂടെ ഷോ ആകും. അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആധാർ നമ്പർ കാണിക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് കാണിക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആധാർ നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളെ ഫാമിലിയിൽ ആർക്കും ഫോൺ ഇല്ലെങ്കിൽ നിങ്ങളതിൽ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ ആധാറിനെ നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് നിങ്ങൾക്ക് ഓരോ നമ്പറിനെ ചെക്ക് ചെയ്യാൻ പറ്റും. ആധാറിനെ ചെക്ക് ചെയ്തിട്ട്
ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാനും പറ്റും, എന്നിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഒരു ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ മൾട്ടിപ്പിൾ അക്കൗണ്ട് സ്വിച്ച് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഒരു QR കോഡ് കാണാൻ പറ്റും. ഈ QR കോഡ് വളരെ യൂസ്ഫുൾ ആണ്. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഈ QR കോഡ് വന്നിട്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ അഥവാ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഇൻഫർമേഷൻ എല്ലാം ഡിജിറ്റൽ വഴി കാണിക്കും. അഥവാ നിങ്ങൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ പോവുകയാണെങ്കിൽ, അഥവാ നിങ്ങൾ ഫ്ലൈറ്റിൽ എൻട്രി ചെയ്യാൻ പോവുകയാണെങ്കിൽ, അഥവാ റേഷൻ കടയിലാണെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമ്മളെ QR കോഡിനെ ഷെയർ ചെയ്ത് നമ്മളെ ഡിജിറ്റൽ വഴി നമ്മളെ ഇൻഫർമേഷൻ എല്ലാം കാണിക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തിലും ഓരോ സ്കാൻ ചെയ്യേണ്ട മെഷീൻ വെച്ചിട്ടുണ്ടാകും. അതിൽ നമ്മളെ ഈ QR കോഡിനെ സ്കാൻ ചെയ്ത് നമ്മളെ ഡിജിറ്റൽ വഴി നമ്മളെ ഇൻഫർമേഷൻ എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു സെലക്റ്റീവ് ഷെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതൊരു വളരെ യൂസ്ഫുൾ ഫീച്ചർ ആണ്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ ആധാറിന്റെ ഫുൾ ഇൻഫർമേഷൻ ഇതിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത്, അതേപോലെ നമുക്ക് ആധാർ നമ്പർ മാത്രം ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. അതേപോലെ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത 3 കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഷെയർ ആകൂല. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ചിലയിടത്തിൽ നമ്മൾ എല്ലാ ഇൻഫർമേഷൻ കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു ചില ഇൻഫർമേഷൻ ഷെയർ ചെയ്താൽ മാത്രം മതി. അതേപോലെ നമ്മളെ ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോട്ടോ ഷെയർ ആവില്ല. അതേപോലെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഇൻഫർമേഷൻ മാത്രം തന്നെ ഷെയർ ആകും. ഇതേപോലെ നമ്മൾ ആധാർ കാർഡിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴോട്ട് നമ്മൾ ആധാർ കാർഡ് വന്നിട്ട് വിസിബിൾ ആകും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മാസ്ക് ആധാർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ ആധാർ നമ്പർ വന്നിട്ട് ഹൈഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മളെ മാസ്ക് ആധാർ വന്നിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ബാക്കി ഡീറ്റെയിൽ ഒക്കെ കാണാൻ പറ്റും, പക്ഷെങ്കിൽ ആധാർ നമ്പർ മാത്രം ഹൈഡ് ആയിരിക്കും. അതേപോലെ നമ്മൾ ഫുൾ ആധാർ നമ്പർ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാണുന്ന അൺമാസ്ക് ആധാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആധാർ കാർഡ് വന്നിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ PDF മോഡ്യൂളിൽ ഡൗൺലോഡായി കാണിക്കും. ഇവിടെ നിങ്ങൾ PDF എന്നിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് വന്നിട്ട് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. ഈ ഒരു മോഡൽ നിങ്ങൾക്ക് പാസ്വേഡ് വന്നിട്ട് ഓപ്പൺ ചെയ്യണം. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളെ പേരിന്റെ ഫസ്റ്റ് 4 ലെറ്റർ ടൈപ്പ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്ററിൽ. അതിനുശേഷം നിങ്ങളെ ബർത്തിന്റെ ഇയർ ടൈപ്പ് ചെയ്യുക. ഇത് രണ്ടാണ് നിങ്ങളെ പാസ്വേഡ്. എന്നിട്ട് ഓക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളെ ആധാർ കാർഡ് വന്നിട്ട് ഫുള്ളായിട്ട് ഓപ്പൺ ആയി കാണിക്കും. അതേപോലെ ആധാർ കാർഡ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ കൂടി ആധാർ കാർഡ് ഡൗൺലോഡ് അവർക്കും ചെയ്യാൻ പറ്റും. ആർക്കും മൊബൈൽ നമ്പർ ആധാർ കാർഡ് ലിങ്ക്ഡ് ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ വളരെ യൂസ്ഫുൾ ആണ്. ഇവിടെ ബയോമെട്രിക് ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നേരത്തെ ബയോമെട്രിക് ഇല്ലാത്ത സമയം ഒരുപാട് പേര് ഫ്രോഡായിട്ടുണ്ട് ആധാർ കാർഡിലൂടെ. ഓരോ ഫ്രോഡേഴ്സ് സ്കാം ചെയ്ത് നമ്മളെ പൈസയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ ഓരോ ആവശ്യത്തിനും ഓരോ കാര്യത്തിനും നമ്മളെ ഫിംഗർ പ്രിന്റ് ആവശ്യം വരുന്നതാണ് ഓരോ ഇടയ്ക്ക്. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ചിലവര് ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് അവരെ പൈസ വന്നിട്ട് വിഡ്രോൾ ചെയ്ത് എടുക്കുന്നവരുണ്ടാകാം. അഥവാ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യാത്ത രീതിയിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും, അതിനെ ലോക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ബയോമെട്രിക് അൺലോക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പോപ്പപ്പ് ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് യെസ് ലോക്ക് ബയോമെട്രിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം നമ്മളത് ലോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അൺലോക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യാം. നേരത്തെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് OTP ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ആ മെത്തേഡ് എല്ലാം മാറ്റി OTP ഇല്ലാതെ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാനും പറ്റും, അൺലോക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ വന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഗവൺമെന്റ് വന്നിട്ട് ഒരുപാട് യൂണിക് ഫ്യൂച്ചർ വന്നിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ വന്നിട്ട് ഇങ്ങനെ ഇല്ലായിരുന്നു. അഥവാ നിങ്ങളെ മൊബൈൽ നമ്പറിനെ ചേഞ്ച് ചെയ്യാനോ അതോ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് നേരത്തെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റൂലായിരുന്നു. ഇപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വന്നിട്ട് ഈ ആപ്ലിക്കേഷൻ വന്നതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആണ്. അതേപോലെ നമ്മളെ ഫേസ് വന്നിട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് മൊബൈൽ നമ്പർ വന്നിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ നേരത്തെ നമുക്ക് ഒരു ഫ്യൂച്ചർ ഇവിടെ കാണാൻ പറ്റുമായിരുന്നു, നമ്മളെ നെയിം ചേഞ്ച് ചെയ്യേണ്ട ഫ്യൂച്ചർ ഇവിടെ കാണാൻ പറ്റുമായിരുന്നു. ആ ഒരു ഓപ്ഷനെ ഗവൺമെന്റ് വന്നിട്ട് മാറ്റിയിരിക്കുകയാണ്. അതേപോലെ നിങ്ങളെ ആധാർ കാർഡിൽ നിങ്ങളെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ അതോ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 75 റുപ്പീസ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അതേപോലെ നമുക്കിവിടെ നമ്മളെ അഡ്രസ്സ് കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ അഡ്രസ് ചേഞ്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷനുകൾ കാണിക്കും. നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡോക്യുമെന്റ് ബേസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ വന്നിട്ട് നമുക്ക് ഹെഡ് ഓഫ് ഫാമിലി വെച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഹെഡ് ഓഫ് ഫാമിലി എന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങളെ ഫാമിലിയിൽ ആരെങ്കിലും നിങ്ങളെ അച്ഛനോ അമ്മയോ അതോ നിങ്ങളെ ഹസ്ബൻഡിന്റെ പേര് വന്നിട്ട് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ HOF മോഡ്യൂളിലാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ ചിലവര് അച്ഛന്റെ ആധാർ കാർഡിൽ കിടക്കുന്ന അഡ്രസ്സിന് നമ്മളെ ആധാർ കാർഡിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതേപോലെ നിങ്ങൾക്ക് അഡ്രസ് ആഡ് ചെയ്യാൻ പറ്റും അതോ ചേഞ്ച് ചെയ്യാൻ പറ്റും.
അതേപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ട് വളരെ യൂസ്ഫുൾ ആണ്. അതേപോലെ നമ്മൾ ഇനി വരുന്ന സമയത്തിൽ എവിടെ പോയാലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ആകുന്നതാണ്. അതേപോലെ നമ്മൾ ആധാറിന്റെ ഹിസ്റ്ററി കാണുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളെ ആധാർ കാർഡിനെ എവിടെയൊക്കെ ഷെയർ ചെയ്തു എവിടെയൊക്കെ ഷെയർ ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഹിസ്റ്ററി കാണുകയാണെങ്കിൽ ഇവിടെ നമ്മളെ ആധാറിന്റെ ഹിസ്റ്ററി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡായി കാണിക്കും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എവിടെയൊക്കെ നമ്മൾ ആധാർ വന്നിട്ട് യൂസ് ചെയ്തിരിക്കുന്നു, എവിടെയൊക്കെ ഷെയർ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. എവിടെ നമ്മൾ ഷെയർ ചെയ്തില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ സ്റ്റേറ്റസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അപ്ഡേഷൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. അത്ര ബൈ.